അതന്നെ നമ്മളിങ്ങനെ പറയും കുടുംബം കലക്കുന്ന വക്കീല അവരെ കാണാന്ന് പറയും. ഞാൻ കുടുംബം കലക്കുന്ന അല്ല, കുടുംബം ഉണ്ടാവാനാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങൾ. എന്തിനാണ് വിഭവം? പെണ്ണുങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു അവരും ജീവിതത്തിൽ പുരുഷൻ കൽപ്പിക്കുന്ന സ്വാതന്ത്ര്യവും വസ്ത്രധാരണവും ഒന്നും അല്ല കോൺസ്റ്റിറ്റ്യൂഷനിൽ പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പൊതു ഇടങ്ങൾ പുരുഷന്മാരുടെ അധികാര കേന്ദ്രങ്ങളാണ്. രാഷ്ട്രീയ തലത്തിലാണെങ്കിലും പബ്ലിക് മീറ്റിംഗിലാണെങ്കിലും എത്ര സ്ത്രീകളുണ്ട്? ചാനൽ മീറ്റിംഗിൽ കേട്ടുന്നുണ്ടോ സ്ത്രീകളെ? എന്നിട്ട് സ്ത്രീകളുടെ ശരീരം പറഞ്ഞ് ഘോഷിക്കുകയാണ് ചാനലിൽ കയറി ഇരുന്നോണ്ട്. ഇതെനിക്ക് ലജ്ജ തോന്നുന്നുണ്ട്. എനിക്ക് ലജ്ജ തോന്നുന്നുണ്ട് കേരളത്തെ കുറിച്ച് ആലോചിച്ചിട്ട്. ഒരു അഭിഭാഷകയെ കൊന്നിട്ട് വേഷം കിട്ടുകയാണ് ഇവിടെ കിടന്നോണ്ട്. ഞാനൊരു അഭിഭാഷകയാണ്. നാളെ എനിക്ക് ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നുള്ളൂ. ഞാൻ പറയുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു അമ്മ എന്ന നിലയിൽ സ്ത്രീകളും കുട്ടികളും രംഗത്തേക്ക് ഇറങ്ങിയ അടുക്കള ബഹിഷ്കരിച്ചോളൂ എത്രയും പെട്ടെന്ന്. അല്ലെങ്കിൽ ഇനിയും നമ്മൾ ഇറങ്ങേണ്ടി വരും. പക്ഷെ അത് ലജ്ജാകരമാണ് ഇറങ്ങുക എന്നുള്ളത്. മാനസിക പരിഗണന കൊടുക്കുക, അത്രേ ഉള്ളൂ. ഒരു ഭാര്യയായിട്ടോ ഒരമ്മയായിട്ടോ ഇല്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഒരു മാനസിക, അവളൊരു പെണ്ണാന്നുള്ളൊരു മാനസിക പരിഗണന. പുരുഷന്റെ പരിഗണന സ്ത്രീക്ക് വേണ്ടത്. സ്ത്രീക്ക് വേണ്ട പുരുഷന്റെ പരിഗണന. കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഇവിടെ ഭരണം ഉണ്ടാവണം, നിയമം ഉണ്ടാവണം. എന്തിനാണ് ഒരു പുരുഷൻ കൽപ്പിക്കുന്ന പരിഗണന സ്ത്രീക്ക്? 1 ലക്ഷം അതിന് മേലെ സാലറി വാങ്ങി എഡ്യൂക്കേറ്റഡ് ആയ പെൺകുട്ടികൾ അന്യന്റെ വീട്ടിൽ പോയിട്ട് ഹോം നേഴ്സ് പണിയാ. ഭാര്യ ഉപേക്ഷിച്ച് പോയാൽ അവന് 25,000 രൂപ കൊടുക്കണം ഹോം നേഴ്സിന് കുട്ടികളെ നോക്കാൻ. എന്റെ അടുത്ത് വന്ന കക്ഷികൾ കരയുന്ന കുട്ടീനെ നോക്കാൻ ആളില്ല. വൈഫ് പോളണ്ടിലേക്ക് പോയി. ഞാൻ അവിടെ പോയിക്കോട്ടെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഭാര്യയുടെ വില? 25,000 രൂപ കൊടുത്താൽ ഒരു ഹോം നേഴ്സിനെ കിട്ടുന്നത്. അതും ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അവര്. വാഷിംഗ് മെഷീൻ വേണം, അത് വേണം, ഇത് വേണം, ഇന്നർവെയർ വാഷ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെയാണ് ഹോം നേഴ്സിന്റെ കണ്ടീഷൻ. പക്ഷെ ഒരു ഭാര്യയല്ലോ ഇതുപോലെ. ഇപ്പം നിങ്ങൾ ഈ കണ്ട വീഡിയോ എന്ന് പറയുന്നത് ജിസിമോൾക്ക് വേണ്ടി പ്രതിഷേധിക്കുന്ന കുറേയധികം സ്ത്രീകളെയാണ്. ജിസിമോളുടെ മരണത്തിന് വേണ്ടി നീതി കിട്ടാൻ വേണ്ടി പ്രതിഷേധിക്കുന്നവരെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഈ ഒരു പ്രതിഷേധം എന്ന് പറഞ്ഞാൽ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ജിസിമോളുടെ ആ ഒരു മരണം എന്ന് പറയുന്നത് ഒരിക്കലും ആത്മഹത്യയാണെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഭർത്താവായിട്ടുള്ള ജിമ്മി അമ്മായിയമ്മയൊക്കെ ചേർന്ന് മനഃപൂർവ്വം ചെയ്തിട്ടുള്ള ഒരു കൊലപാതകമാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ആ ഒരു മരിക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രി എന്താണ് നടന്നിട്ടെന്നുള്ള കാര്യം ഒന്നും തന്നെ മനസ്സിലാക്കാൻ ആർക്കും തന്നെ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ പിറ്റേ ദിവസം അവിടെ തന്നെ വേലക്കാരി വന്നിട്ട് ആ ഒരു വീട് മൊത്തം ക്ലീൻ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അതപ്പോഴത്തേന് എന്താണത് മറയ്ക്കാൻ വേണ്ടി ക്ലീൻ ചെയ്തു എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതുപോലെ തന്നെ പോലീസ് പറഞ്ഞൊരു കാര്യം CCTV ഫുട്ടേജോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. ആ ഒരു പാലത്തിലേക്ക്, വീട്ടിൽ നിന്ന് പാലത്തിലേക്ക് പോകുന്ന വഴിക്ക് സ്കൂട്ടിയിലാണ് പോയത്. എന്നിട്ട് പോലും അവിടെ കുറേയധികം CCTV ഫുട്ടേജൊക്കെ കിട്ടാവുന്ന സ്ഥലത്ത് പോലും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ പോലീസ് ഇതിനൊക്കെ സപ്പോർട്ടാണോ എന്നുള്ള കുറേയധികം ഡൗട്ട് ആൾക്കാർക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിയമം വലിയ ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ ഒരു ജിസിമോളുടെയൊക്കെ വീടിൻ്റെ അടുത്ത് ചെല്ലുകയും, അതായത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ചെല്ലുകയും അവിടുന്ന് ആ ഒരു പാലം വരെ പോയി നോക്കി അവിടെയൊക്കെ എത്ര CCTV ഫുട്ടേജ് ഉണ്ടെന്നുള്ള കാര്യം വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്ലിപ്പിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എത്ര CCTV ഫുട്ടേജ് ആ ഒരു പോകുന്ന വഴി തന്നെ ഉണ്ട് എന്നുള്ളൊരു കാര്യം. എന്നിട്ട് പോലും പോലീസിന് അത് കിട്ടിയില്ല എന്ന് പറയുമ്പോഴത്തേനും അതിലെന്തോ കള്ളത്തരം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുണ്ടെങ്കിൽ ആ ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാൻ വെക്കാം. അവർ ആ എടുത്തിരുന്ന ആ ഒരു വീഡിയോയുടെ ക്ലിപ്പ് ഞാൻ വെച്ച് അതൊന്ന് കണ്ടു നോക്കുക. ശ്രദ്ധിച്ചാൽ മതി. നേരെ വഴിയിലോട്ട് പോകുന്നത് ഇത് നേരിക്കാട് പള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. നേരിക്കാട് പള്ളി ജംഗ്ഷനിലേക്കാണ്. അവിടെ ആദ്യത്തെ CCTV ക്യാമറ നമുക്ക് കാണാൻ പറ്റും. ഇതൊരു ജംഗ്ഷനാണ്. ഈ സമയത്താണ് ഏകദേശം ജിസ്മോൾ ചാടാൻ പോയത്. നിങ്ങൾ കണ്ടോണം, ആദ്യത്തെ CCTV ക്യാമറയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇതിനകത്ത് ഈ പള്ളിക്കാരുടെ അവര് സത്യത്തിന് വേണ്ടി നീ പോരാടുകയാണെങ്കിൽ കാണിക്കാം. കണ്ടോ CCTV ക്യാമറ കണ്ടോ? അപ്പൊ ഇതാണ് ആദ്യത്തെ CCTV ക്യാമറ. എന്താ ആ വണ്ടിയുടെ മേളിൽ കണ്ടോ? വണ്ടിയുടെ മേളിൽ കണ്ടോ? രണ്ടാമത്തെ CCTV ക്യാമറ ഈ പള്ളിയിലെ യേശുവിന്റെ ഇവിടെ. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഈ വീട്ടില് ആ CCTV ക്യാമറ ചേച്ചി നിൽക്കുന്ന CCTV ക്യാമറ ഞാൻ കാണിക്കാം. എന്താ കണ്ടോ? അതൊരു CCTV ക്യാമറ. വരാൻ പോകുന്നത് ഈ വീട്ടില് കാണിക്കാം.
ഇനിയും അടുത്ത ഒരു CCTV ക്യാമറ ആ വീടെന്ന് കാണിച്ച്. ആ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു. ബോഡിയുടെ ഇച്ചിരി പഴക്കവും അല്ലെങ്കിൽ കൊന്നിട്ടിട്ട് ആലായിരിക്കും ഇത് പൊങ്ങുന്നത് അല്ലെങ്കിൽ ഒഴുകുന്നത്. നല്ല ഒഴുക്കുള്ള സ്ഥലത്താണ് ചാടിയിടത്ത്. സപ്പോസ് ഞാൻ കാണിക്കാം, അവിടെ ചെല്ലുമ്പോൾ കാണിക്കാം. നല്ല ഒഴുക്കുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ ചാടി കഴിഞ്ഞാൽ ഏകദേശം കിലോമീറ്റർ അകലേ ഉള്ളൂ സാധനം പൊങ്ങുള്ളൂ അല്ലെ. ഇതിപ്പോ നമുക്ക് കാണാം, ചാടിയടുത്ത് തന്നെ കിട്ടിയെന്നാ പറയുന്നത്. ഒരു അകവുലിവിലാണ് ഈ ബോഡികളെല്ലാം കണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടത് ആ ഒരു വ്യക്തി എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ജിമ്മിയുടെ വീട്ടിൽ നിന്ന് ആ ഒരു പാലത്തിലേക്ക് പോകുന്ന വഴി എത്രമാത്രം CCTV ഫുട്ടേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ എന്നുള്ളൊരു കാര്യം. പക്ഷേ ഇത് പോലീസ് കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. പോലീസിന് ഒരു തെളിവും കിട്ടിയിട്ടില്ല. ഇതൊക്കെ ചെക്ക് ചെയ്താൽ മനസ്സിലാവുന്നതാണ് ജിസിമോൾ അന്നത്തെ ദിവസം അതുവഴി സ്കൂട്ടി ഓടിച്ച് പോയോ എന്നുള്ളൊരു കാര്യം. അഥവാ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ആരാണ് അവിടെ കൊണ്ടുവന്ന് ആ ഒരു ശരീരം കളഞ്ഞെന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ പറ്റും. അത് ചിലപ്പം ഈ ഒരു ജിമ്മിയും കുടുംബവും തന്നെ ആയിരിക്കും. ഇതൊക്കെ മറയ്ക്കാൻ വേണ്ടിയാണ് ഈ ഒരു പോലീസും ശ്രമിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു ജിമ്മിയൊക്കെ ഭയങ്കരമായിട്ട് സ്വാധീനമുള്ള ഒരു വീട്ടിലുള്ളവരാണ്. അപ്പോഴത്തേന് ഇതൊക്കെ ഈസി ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ഇത്രയും CCTV ഫുട്ടേജ് ഒന്ന് ചെക്ക് ചെയ്താൽ തന്നെ മനസ്സിലാവും അന്ന് രാത്രിയിൽ ജിസിമോൾ ഇതുവഴി സ്കൂട്ടി ഓടിച്ച് പോയോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം തന്നെ. എന്നാൽ അത് പോലീസ് ചെക്ക് ചെയ്യുക ഒന്നും തന്നെ ചെയ്യുന്നില്ല. അതിൻ്റെ കാരണമാണ് മനസ്സിലാവാത്തത്. പക്ഷേ എന്നാലും കഴിഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ ജിസിമോളുടെ കുടുംബം ഉണ്ടെങ്കിൽ മന്ത്രിയെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു ജിമ്മിയുടെ അച്ഛനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യലൊക്കെ തുടങ്ങിയിട്ടുള്ളത്. ആ ചോദ്യം ചെയ്യലിൽ എന്താണ് ഇനി വെളിയിൽ പറയാൻ പോകുന്നത് നമുക്ക് ഇതുവരെ അറിയത്തില്ല. അത് ദിവസങ്ങളായിട്ട് ചിലപ്പോൾ ഇന്ന് തന്നെ പറയാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം അമ്മായിയമ്മയും സഹോദരിയും, അതായത് ഈ ഒരു ജിമ്മിയുടെ സഹോദരി എന്ത് ചെയ്യും ചോദ്യം ചെയ്യണം. കാരണം അവരെല്ലാം കൂടെ ചേർന്നായിരുന്നു ജിസിമോളെ അത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നത്. അവരെ ചോദ്യം ചെയ്യുമ്പോഴത്തേന് എന്താണ് അന്ന് തലേ ദിവസം നടന്നിട്ടുള്ള കാര്യം അറിയാൻ സാധിക്കും. പിന്നെ ജോലിക്കാരിയിലും ഭയങ്കര ഡൗട്ടുണ്ട്. ജോലിക്കാരിയും ഇത് കണക്ക് എന്ത് ചെയ്യും ചോദ്യം ചെയ്താൽ മാത്രമേ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റൂ. അങ്ങനെ ഫുള്ളായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ജിസിമോക്ക് എന്താണോ സംഭവിച്ചത് അതിനുള്ള മറുപടി ഇവരാണ് ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള കറക്റ്റായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം. ഒരു മുഖം നോക്കാതുള്ള ആക്ഷനാണ് എടുക്കേണ്ടത്. വലിയ സപ്പോർട്ടോ വലിയ ബാക്ക്ഗ്രൗണ്ടുള്ള കുടുംബമോ അങ്ങനെയൊന്നും നോക്കാൻ നിൽക്കരുത്. കാരണം ഒരു പെൺകുട്ടിയുടെ ജീവനാണ് പോയത്. ഒരു പെൺകുട്ടി മാത്രമല്ല, 2 മക്കൾ, അങ്ങനെ 3 പേരെ ജീവനാണ് പോയിട്ടുള്ളത്. അപ്പം അതിന് കറക്റ്റായിട്ടുള്ള തന്നെ ശിക്ഷ കൊടുക്കണമെന്നാണ്. അതിലൊരു മാറ്റവും ഇല്ല. അത് പോലീസ് കറക്റ്റായിട്ട് ചെയ്യേണ്ടതാണ്. എന്തായാലും ഈ ഒരു വരും ദിവസങ്ങൾ അതിനുള്ള അപ്ഡേറ്റും കാര്യങ്ങളും കറക്റ്റായിട്ട് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അതിലൊരു മാറ്റവും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു പോലീസ് എന്തുകൊണ്ട് ഈ ഒരു CCTV ഫുട്ടേജ് ഒന്നും ചെക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഡൗട്ട് മാത്രമേ ഉള്ളൂ. കാരണം നോർമലായിട്ട് ഒരു വ്യക്തി അവിടെ ചെന്നിട്ട് ആ ഒരു വീഡിയോസൊക്കെ കാണിക്കുമ്പോൾ തന്നെ CCTV ഫുട്ടേജ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. എന്നിട്ട് പോലും വേറെ ആരും ഈ ഒരു പോലീസ് ചെക്ക് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അതിലെന്തോ ഒരു പന്തികേട് പോലുണ്ട്. അത് ചെക്ക് ചെയ്യണമെന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. എന്തായാലും ഈ ഒരു കേസ് നല്ല രീതിയിൽ തന്നെ ജിസിമോക്കും ആ ഒരു കുട്ടികൾക്കും കറക്റ്റായിട്ടുള്ള നീതി കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരെന്താണ് ഈ കാര്യത്തിൽ തിങ്ക് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. സോ നിങ്ങളുടെ എന്താണ് ചിന്തിക്കുന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് പറയുക. ഓക്കെ, ബൈ.